നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ നിർണായക ഇടപെടലുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പ്രധാന സൂഫി പണ്ഡിതനുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. ദയാദനം സ്വീകരിച്ച് യമൻ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ പണം നൽകാൻ സന്നദ്ധമാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബവും അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീൽ മുഖാന്തരമാണ് നോർത്ത് യമൻ ഭരണകൂടവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടത്. നിമിഷപ്രിയയുടെ കുടുംബവുമായും അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ ഇളവ് ലഭിക്കും. ദയാധനം സ്വീകരിച്ച് മാപ്പ് ലഭിക്കാനുള്ള സാധ്യതയാണ് പണ്ഡിതർ മുഖാന്തരം തേടുന്നത് എന്ന് മർക്കസ് അറിയിച്ചു. നിമിഷപ്രിയയെ സഹായിക്കാൻ തയ്യാറാണെന്ന് സൗദി ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി റഹീമിന്റെ കുടുംബം പറഞ്ഞു. എന്തായാലും ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം ഈ ഫണ്ടിലേക്ക് ഒരാൾ മാത്രമല്ലല്ലോ, നൂറുകണക്കിന് ജനങ്ങൾ തന്ന പൈസയാണല്ലോ, പല ആളുകളും തന്നതാണല്ലോ. അപ്പൊ ഈ ഫണ്ട് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിന്റെ അഭിപ്രായം. യമൻ കുടുംബവും ഭരണകൂടവും അനുകൂല നിലപാട് സ്വീകരിച്ചാൽ പണം ഉടൻ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് റഹീം നിയമസഹായ സമിതി ട്രസ്റ്റും വ്യക്തമാക്കി. റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യജീവൻ രക്ഷപ്പെടുക എന്നുള്ള വലിയ കാര്യമാണ്. അത്രയും നമ്മളെ സംബന്ധിച്ച് 2 കമ്മിറ്റി ഉണ്ട്. ഒന്ന് ലീഗൽ അഡ്വൈസറി ബോർഡ് ട്രസ്റ്റ് എന്നെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് പണമൊക്കെ പിരിച്ചുണ്ടാക്കിയത്. അതുപോലെ ഗൾഫിൽ ഇതിന് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 കമ്മിറ്റി ഒന്ന് കൂടി ചേർന്ന് ഇരുന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.